ഇല്ലേ? നമ്മുടെ നമസ്കാരങ്ങൾക്ക് നമുക്ക് വീഴ്ച വരുത്താൻ സാധ്യമല്ല. ഖൗഫില്ലാത്തവർ തോന്നിയതുപോലെ ആയിരിക്കും നിസ്കരിക്കുക. ഖൗഫില്ലാത്തവർ സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കും നോമ്പുകളെ കൈകാര്യം ചെയ്യുക. ഭയം, സൃഷ്ടാവിനോടുള്ള ഭയമില്ലാത്തവർക്ക് ഒരു അമലും കൃത്യമായി ചെയ്യാൻ സാധ്യമല്ല. പരിശുദ്ധ കഅബാലയത്തിലേക്ക് 1000 തവണ ഉംറയ്ക്ക് പോയാൽ പോലും ഓരോ തവണ പോകുമ്പോഴും അവന്റെ ഹൃദയത്തിൽ ഖൗഫ് ഉണ്ടെങ്കിൽ തീർച്ചയായും അവനക്ക് ബഹുമാനമുണ്ടാകും, ആദരവുണ്ടാകും, അനുസരണയുണ്ടാകും. ആ ചെയ്യുന്ന കർമ്മത്തിൽ ഒരു നിഷ്കളങ്കതയും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ പ്രവർത്തികൾക്ക് പ്രതിഫലം കൂടുതലാണ്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. സവിധത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് പടച്ചവൻ കൽപ്പിച്ച കാര്യങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ട് ആരുടെ ഹൃദയങ്ങളിലാണോ ഭയം ഉടലെടുക്കുന്നത്, ആരുടെ പ്രവൃത്തികളിലാണോ പടച്ചവനോട് ഭയം ഉടലെടുത്തുകൊണ്ട് ആ കർമ്മം നല്ലപോലെ ചെയ്യാൻ തീരുമാനിക്കുന്നത്, അവരുടെ ജീവിതത്തിൽ എത്രത്തോളം ഖൗഫുണ്ടോ, ഭയമുണ്ടോ, അവർക്ക് 2 സ്വർഗമാ, അവർക്ക് ഇരട്ട സ്വർഗമാ എന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞുവല്ലോ. ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ നമ്മുടെ പൂർവികരായ മുഅ്മിനീങ്ങൾ, സാത്വികരായ സജ്ജനങ്ങൾ എല്ലാവരും അവരുടെ ജീവിതത്തിൽ ഒരു ചിട്ടയുണ്ടാക്കിയെടുത്തത്, അവരുടെ ജീവിതത്തിൽ മൂല്യങ്ങൾ ഉണ്ടാക്കിയെടുത്തത് അവരെ സൃഷ്ടിച്ച സൃഷ്ടാവിനോടുള്ള അവരുടെ ഖൗഫാണ്, ഭയമാണ്. പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ നമ്മുടെ വല്യുപ്പാക്ക് പേടിയാണ്. പടച്ചവനെ, ഈ പള്ളിയിലെ ഒരു തരി മണ്ണെങ്ങാനും എന്റെ കാലിലെ ചെരുപ്പിനടിയിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് നിന്റെ ഭവനത്തിലെ മണ്ണാണല്ലോ, ഞാനത് ചുമന്നുകൊണ്ട് പോയ ഒരു തെറ്റുകാരനായി പോകുമല്ലോ എന്ന് ചിന്തിച്ച് പള്ളിയുടെ ഗേറ്റിന് പുറത്തെത്തി തന്റെ ചെരുപ്പിലുള്ള മണ്ണ് പള്ളിക്കുള്ളിലേക്ക് തട്ടിയിട്ടിട്ട് പോകുന്നവർ, അന്യന്റെ മുതല് കണ്ടാൽ ആ മുതലിലേക്ക് നോക്കാതെ കണ്ണു സൂക്ഷിക്കുന്നവർ, ഒളിഞ്ഞും തെളിഞ്ഞും അല്ലാഹുവിനെ ഭയന്നവർ, അവരുടെ ജീവിതത്തിലാണ് മുഅ്മിനീങ്ങളെ യഥാർത്ഥ മൂല്യങ്ങൾ ഉണ്ടായത്. അത് ഖൗഫിലൂടെയാണ് ഉണ്ടായത്. കണ്ടില്ലേ മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹാ, അവിടുന്ന് വൃക്ഷങ്ങളിൽ നിന്ന് പഴുത്ത് താഴേക്ക് വീഴുന്ന ഇലകൾ കണ്ടാൽ മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുമായിരുന്നു, യാ ലൈതനീ കുന്തു ബറകതൻ മിൻ ഹാദിഹി ശജറ. അല്ലാഹുവേ, ഞാൻ ഈ ഉണങ്ങി ദുരുമിച്ചു പോയ കരിയിലയായി പോയിരുന്നെങ്കിൽ, ഞാൻ ഈ പൊഴിഞ്ഞു വീഴുന്ന ഇല പോലെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു.